ഒരു തെറ്റും ചെയ്യാത്ത 6 പിഞ്ചു കുട്ടികളെയാണ് കംസൻ പ്രസവിച്ചയുടനെ പാറപ്പുറത്തടിച്ചു കൊന്നത്. അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെല്ലാവരും ആലോചിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതിന് പിന്നിലൊരു കഥയുണ്ട്. കഥയിലേക്ക് വരാം. ബ്രഹ്മാവ് ആദ്യം 10 പ്രജാപതിമാരെ സൃഷ്ടിച്ചു. അവരാണ് മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ. ഇങ്ങനെ 10 പ്രജാപതിമാരെ സൃഷ്ടിച്ചു. ഈ 10 പ്രജാപതിമാരിൽ ആദ്യത്തെ ആളായിട്ടുള്ള മരീചി എന്ന മഹർഷിക്ക് തൻ്റെ പത്നിയായ ഊർണയിൽ 6 പുത്രന്മാരുണ്ടായി. ഈ 6 പുത്രന്മാരെയും ഷഡ്ഗർഭന്മാരെന്നാണ് പൊതുവെ പറയുക. ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബ്രഹ്മാവ് സരസ്വതി ദേവിയെ സൃഷ്ടിച്ചു. സരസ്വതി ദേവി എന്തിൻ്റെ അതിദേവതയായിട്ടാണ് നമ്മൾ പറയാറുള്ളത്? വാക്കിൻ്റെ അതിദേവതയായിട്ടാണ് പറയുന്നത് സരസ്വതി ദേവിയെ. സരസ്വതി ദേവിയുടെ ആ വാഗ്വൈഭവത്തിൽ ബ്രഹ്മാവ് പോലും മോഹിച്ചു എന്നാണ്. ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടിയാണ്, തൻ്റെ പുത്രിയാണെന്ന് മറന്ന് സരസ്വതി ദേവിയുടെ വാക്കിൽ ഭ്രമിച്ച് സരസ്വതിയുടെ പുറകെ സഞ്ചരിച്ചു. ഇത് കണ്ട് പൊതുവെ എല്ലാവരും അയ്യേ എന്ന് തോന്നി പരിഹസിച്ചെങ്കിലും ഈ ഷഡ്ഗർഭന്മാർ അഥവാ ബ്രഹ്മാവിൻ്റെ പേരക്കുട്ടികളുടെ സ്ഥാനമുള്ള മരീചി മഹർഷിയുടെ പുത്രന്മാരായ 6 പേരും ബ്രഹ്മാവിനെ പരിഹസിച്ചു. പേരക്കുട്ടികളായിട്ടുള്ള ഈ 6 പേരും തന്നെ പരിഹസിക്കുന്നത് കണ്ട ബ്രഹ്മാവിന് വലിയ ദേഷ്യം വന്നു. ബ്രഹ്മാവ് ഈ 6 പേരെയും ശപിച്ചു. ദേവന്മാരായിട്ടുള്ള ഈ ഷഡ്ഗർഭന്മാർ അസുരന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു. പക്ഷെ ബ്രഹ്മാവ് സരസ്വതി ദേവിയെ ഉപേക്ഷിച്ചില്ല കേട്ടോ. എല്ലാവരും പരിഹസിച്ചപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ഈ ശരീരം തന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് വേറൊരു ശരീരം സ്വീകരിച്ച് സരസ്വതി ദേവിയെ വിവാഹം ചെയ്തു. അങ്ങനെ ഈ ഷഡ്ഗർഭന്മാർ അസുരയോനിയിൽ വന്ന് ജനിച്ചു. അസുരന്മാരിൽ വെച്ച് ഏറ്റവും ശക്തന്മാരായിട്ടുള്ള ആളുകളാണ് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ 2 പേര്. ഭാഗവതം പോലെയുള്ള പുരാണങ്ങൾ പറയുന്നത് ഹിരണ്യാക്ഷൻ്റെ പുത്രനായിട്ടാണ് കാലനേമി ഉണ്ടായത് എന്ന്. എന്നാൽ ഹരിവംശ പുരാണം പറയുന്നത് ഹിരണ്യകശിപുവിൻ്റെ തന്നെ മറ്റൊരു പുത്രനാണ് കാലനേമി എന്ന്. എന്തായാലും ഈ കാലനേമിയുടെ മക്കളായി ഈ 6 പേരും ജന്മമെടുത്തു. ശക്തന്മാരായ ഈ 6 പേരും ഒരുമിച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ദേവന്മാരാലോ മനുഷ്യരാലോ ഞങ്ങൾ കൊല്ലപ്പെടരുത് എന്ന് ബ്രഹ്മാവിനോട് വരം വാങ്ങി. പക്ഷെ തൻ്റെ അനുവാദമില്ലാതെ ബ്രഹ്മാവിനെ തപസ് ചെയ്തു എന്ന വിവരമറിഞ്ഞ ഹിരണ്യകശിപുവിന് ഇവരോട് വലിയ കോപം തോന്നി. ഇവരെ ശപിച്ചു. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ കൈകളാൽ വധിക്കപ്പെടാൻ ഇടവരട്ടെ എന്നിവരെ ശപിച്ചു. അങ്ങനെയാണ് അടുത്ത ജന്മം ഈ 6 പുത്രന്മാരും ദേവകീ ഗർഭത്തിൽ വന്ന് പ്രവേശിച്ചത്. കാലനേമിയുടെ അടുത്ത ജന്മമാണ് കംസൻ. അതുകൊണ്ട് ഇവർക്ക് പിതാവിനാൽ വധിക്കപ്പെടട്ടെ എന്ന ശാപം കിട്ടിയതുകൊണ്ട് ആ ഒരൊറ്റ നിയോഗമേ ഈ ജന്മത്തിൽ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ച് സ്വർഗ്ഗലോകത്തേക്ക് ദേവന്മാരായിട്ട് തന്നെ തിരിച്ചു പോകാം. അതുകൊണ്ടാണ് ശ്രീനാരദ മഹർഷി വന്ന് കംസനോട് വേഗം ഇവരെ വധിക്കാൻ പറഞ്ഞു.